ഹരി ഓം. ദശകം 25 ശ്ലോകം 4. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനുഹ്രസ്വസ്ഥവീയസ്ഥര ഗ്രീവം ബീവരദോഷദോദ്ഗതനഖക്രൂരാംശുദൂരോദ്ബണം വ്യോമോല്ലംഘിഘനാഘനോപമഘനപ്രധ്വാനനിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപുഃ. പദച്ഛേദം നോക്കാം. ഉത്സർപ്പദ വലി ഭംഗ ഭീഷണഹനു. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വ സ്ഥവീയസ്ഥര ഗ്രീവ. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവര ദോഹോ ശത ഉദ്ഗത നഖ ക്രൂര അംശു ദൂര ഉദ്ബണം. പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശുദൂരോദ്ബണം. ക്രൂര അംശു ക്രൂരാംശു ദൂര ഉദ്ബണം ദൂരോദ്ബണം. പീവരദോ ശതോദ്ഗതനഖ ക്രൂരാംശുദൂരോദ്ബണം. വ്യോമ ഉല്ലംഘി വ്യോമോല്ലംഘി ഘനാഘന ഉപമ ഘനാഘനോപമ ഘന പ്രധ്വാന നിർധാവിത. വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം. സ്പർദ്ധാലുപ്രകരം നമാമി ഭവതഃ തത്. ഭവതഃ തത് ഭവതസ്തത് നാരസിംഹം വപുഃ. ഭവതഃ തത് നാരസിംഹം ഭവതസ്തന്നാരസിംഹം വപുഃ. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥര ഗ്രീവം ബീവരദോഷദോദ്ഗതനഖ ക്രൂരാംശുദൂരോദ്ബണം. വ്യോമോല്ലംഘിഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപുഃ. ശ്ലോകം 4 അന്വയവും അർത്ഥവും. അപ്പോൾ ശ്ലോകം 3 ആശ്ചര്യകരമായിട്ടുള്ള ആ നരസിംഹരൂപം കാണുകയാണ്. അപ്പോൾ ആ പ്രസ്തുത വപുസ്സിനെ, ആ ശരീരത്തിനെ വന്ദിക്കുന്നതായിട്ടാണ് ഈ 4-ാം ശ്ലോകം പറയുന്നത്. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു. ആ മേൽപോട്ട് ആ വലികളുടെ ചുളിവുകളാൽ ഭയങ്കരമായി തീർന്ന കീഴ്ക്കവളുകളോട് കൂടിയത്. അപ്പം നമ്മളിങ്ങനെ മേപ്പോട്ടിങ്ങനെ വലിക്കുമ്പോഴത്തേനും ആ വായുടെ ആ കീഴ്ക്കവിളിലൊക്കെ ഒരു ചുളിവ് വരുമല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. ഉത്സർപ്പദ്വലി ഭംഗഭീഷണഹനു. ഹനു എന്ന് പറഞ്ഞാൽ ആ താടിയല്ലിനെയാണ് ഹനു എന്ന് പറയുന്നത്. ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം. എന്നിട്ടോ നീളം കുറഞ്ഞ് നന്നെ തട്ടിച്ചതുമായിട്ടുള്ള കഴുത്ത്. അപ്പോൾ ആ മുഖം ഇങ്ങനെ മേപ്പോട്ട് വലിഞ്ഞ് ചുളിവുകളാലായിട്ട് ഭയങ്കരമായി തീർന്ന ആ കീഴ്ക്കവിളുകളോട് കൂടിയതും. ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം. ഗ്രീവം എന്ന് പറഞ്ഞാൽ കഴുത്ത്. ആ നീളം കുറഞ്ഞ് നന്നെ തട്ടിച്ചതായിട്ടുള്ള കഴുത്തുള്ളതും. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം. പീവരദോ ശതോദ്ഗത നഖക്രൂരാംശുദൂരോദ്ബണം. പീവരദോ ശതോദ്ഗത നഖക്രൂരാംശുദൂരോദ്ബണം. തടിച്ച അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് ആ പ്രസരിച്ചവയും തീക്ഷ്ണങ്ങളുമായ രശ്മികളാൽ അതിഭീഷണവും. അപ്പോൾ എന്താണ് ഈ തടിച്ച അനേകം കൈകളുണ്ട്. ആ അനേകം കൈകളിൽ നിന്നും നഖങ്ങളിങ്ങനെ, ആ കൈകളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിച്ച ആ തീക്ഷ്ണങ്ങളായ രശ്മികൾ, ഈ നഖങ്ങളിൽ നിന്നെല്ലാം രശ്മികളിങ്ങനെ പ്രസരിക്കുകയാണ്. അതാണ് തടിച്ച അനേകം കൈകളിലെ നഖങ്ങളിൽ നിന്ന് പ്രസരിച്ചവയും തീക്ഷ്ണങ്ങളുമായ രശ്മികളാൽ അതിഭീഷണവും. ആ രൂപം കണ്ടു കഴിഞ്ഞാൽ ആ ഭീകരമാണ്, ഭീഷണമാണ്, അതിഭീഷണമാണ്. വ്യോമോല്ലംഘി
വ്യോമ ഉല്ലംഘി എന്നുവെച്ചാൽ എന്താണ്? വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശം മുട്ടി നിൽക്കുന്നതാണ്. ഈ ശരീരം അങ്ങ് വളർന്നു വലുതായി എത്ര ആകാശം മുട്ടി നിൽക്കുന്നതും. ഘനാഘനോപമഘന പ്രധ്വാന നിർദ്ധാവിത സ്പർദ്ധാലുപ്രകരം. എന്താണ്? ഘനാഘനോപമ, മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന മേഘങ്ങളുടെ ഇടിമുഴക്കത്തിനു തുല്യമായ അട്ടഹാസത്താൽ ആ എതിരാളിക്കൂട്ടത്തെ ആട്ടി ഓടിച്ചതുമായ. അപ്പോൾ ഇങ്ങനെ മഴ പെയ്യാനൊരുങ്ങിയിരിക്കുന്ന മേഘം, ഇങ്ങനെ കാർമേഘങ്ങൾ കൂടിയ ആ മേഘങ്ങൾ, അപ്പോൾ അതിൽ ആ മഴ വലുതായിട്ട് പെയ്യാൻ പോകുന്നതിന് മുമ്പ് ഇടിമുഴക്കം ഉണ്ടാകുമല്ലോ, ആ ഇടിമുഴക്കത്തിന് തുല്യമായിട്ടുള്ള അട്ടഹാസം. ഈ അട്ടഹാസം കേൾക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ എതിരാളിക്കൂട്ടത്തെ ആട്ടി ഓടിച്ചു. അത് കേട്ട് അവർ പേടിച്ചു പോയി. എതിരാളികൾ ആരാണ്? ആ ഹിരണ്യകശിപുവിൻ്റെ ആൾക്കാർ. അവരെല്ലാം പേടിച്ചവരെ ആട്ടി ഓട്ടിച്ചു ഈ ശബ്ദത്തോട് കൂടിയിട്ട്. ഭവതഃ തത് നാരസിംഹം വപുഹു നമാമി. അപ്പം അങ്ങനെയുള്ള അവിടുത്തെ ആ നരസിംഹ ആകാരമായ വപുസിനെ ഞാൻ വണങ്ങിക്കൊള്ളുന്നു. അതാണ് ഭവതഃ തത് നാരസിംഹം വപുഹു നമാമി. അവിടുത്തെ ആ നരസിംഹ ആകാരമായ വപുസിനെ ഞാൻ വണങ്ങിക്കൊള്ളുന്നു. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീബരദോ ശതോദ്ഗതനഖക്രൂരാംശുദൂരോദ്ബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാനനിർദ്ധാവിത സ്പർദ്ധാലുപ്രകരം ഭവതഃ തത് നാരസിംഹം വപുഹു നമാമി. അപ്പോൾ എങ്ങനെയായിരുന്നു ആ നരസിംഹരൂപം? സിംഹനാദം മുഴക്കുന്ന അവസരത്തിൽ മുകളിലേക്കിങ്ങനെ കയറുന്ന ഞൊറികളെ കൊണ്ട് ഏറ്റവും ഭയങ്കരങ്ങളായിരിക്കുന്ന കവിൾത്തടങ്ങളോടും നീളം കുറഞ്ഞ് തടിച്ച കഴുത്തോടും തടിച്ച അനേകം കൈകളിൽ നിന്ന് പുറപ്പെടുന്ന ക്രൂര നഖങ്ങളുടെ ആ പ്രഭാരശ്മികളോടും കൂടി, പിന്നെയോ ഇടിമുഴക്കം പോലെ ആകാശത്തെ അതിക്രമിക്കുന്ന അതിഭീഷണങ്ങളായ ഗർജനങ്ങളെ കൊണ്ട് ശത്രു സമൂഹങ്ങളെ ആട്ടിപ്പായിക്കുന്നതുമായ അങ്ങയുടെ ആ നരസിംഹാകാരത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥര ഗ്രീവം ബീവരദോഷദോദ്ഗതനഖക്രൂരാംശുദൂരോദ്ബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാനനിർദ്ധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തന്നാരസിംഹം വപുഃ.